ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഒരുപാട് നാളെ വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു മാസക്കാലമായി നമ്മൾ ഈ ഒരു ചാനലിൽ വീഡിയോ ചെയ്തിട്ട്. സോ ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് ഈ ഒരു റെസ്ലിംഗ് എംപയർ 4 എന്ന ഗെയിം പ്ലേ ആയിട്ട്. സോ നമ്മൾ ഗെയിമല്ല കളിക്കാൻ പോകുന്നത്, നമ്മളൊരു കിടിലൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്ന കേസ്. അത് മറ്റൊന്നുമല്ല, നമ്മൾ സമ്മർ സ്ലാമിലെ ഒരു റിട്ടേൺ ചെയ്ത ബ്രോക്ക് ലെസ്നറെ നമ്മൾ നിർമ്മിക്കാൻ പോവാണ്. എങ്ങനെയാണ് ബ്രോക്ക് ലെസ്നർ, അതേ ബ്രോക്ക് ലെസ്നറെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോവാണ് ഈ ഒരു റെസ്ലിംഗ് എംപയർ 4 എന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ ഓക്കെ, അപ്പോൾ ആ പഴയ സ്ലാങ്ങൊക്കെ പോയി ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഇനി ആ പഴയ സ്ലാങ് വീണ്ടും എന്നെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനിവേ അപ്പം നമുക്ക് ആ ഒരു സമ്മർ സ്ലാമിൽ റിട്ടേൺ ചെയ്ത ഒരു ബ്രോക്ക് ലെസ്നറെ നമുക്ക് റെസ്ലിംഗ് എംപയർ 4 എന്നത്ത് കൊണ്ടുവന്നാലോ? സോ ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രോക്ക് ലെസ്നർ നിർമ്മിക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് ആദ്യം നമ്മൾ എഡിറ്ററിൽ പോവുക. എഡിറ്ററിൽ പോയിട്ട് റോസ്റ്റർ. ഓക്കെ, ഞാൻ ഓൾറെഡി ഈ ഒരു ബ്രോക്ക് ലെസ്നറിനെ ഒന്ന് ട്രൈ ചെയ്ത് എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഇതാണെന്ന് സോ നിങ്ങൾക്കും എൻ്റെ കണ്ട് ട്രൈ ചെയ്യാം. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ട്രൈ ചെയ്യാം. പക്ഷേ ഞാൻ എൻ്റെ ഒരു രീതി, എൻ്റെ ഒരു ഫുൾ ഐഡിയാസ് വെച്ച് ഞാനിത് എൻ്റെ രീതിക്ക് ട്രൈ ചെയ്ത് വെച്ചേക്കുണ്ട്. ഓക്കെ, ബ്രോക്ക് ലെസ്നർ തന്നെയാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്, എന്നാലും നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ബ്രോക്ക് ലെസ്നർ സെർച്ച് ചെയ്യട്ടെ. ഓക്കെ, ബ്രോക്ക് ലെസ്നർ, യെസ് ബ്രോക്ക് ലെസ്നർ വന്നിരിക്കുകയാണ്. യെസ്, ഇതാണ് സമ്മർ സ്ലാമിൽ റിട്ടേൺ ചെയ്ത ബ്രോക്ക് ലെസ്നർ ആണോ നിങ്ങൾ തോന്നുന്നുണ്ടോ? ഇത് ബ്രോക്ക് ലെസ്നർ തന്നെയാണോ? ബ്രോക്ക് ലെസ്നർ തന്നെയാണെന്ന് തോന്നുന്നു. പേര് ഉണ്ടായിട്ട് ബ്രോക്ക് ലെസ്നർ ആണെന്ന് തോന്നുന്നല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇത് എത്രത്തോളം കറക്റ്റ് ആണെന്നുണ്ടോ? ഓക്കെ, എന്തായാലും നമുക്ക് ബ്രോക്ക് ലെസ്നർ എങ്ങനെ നിർമ്മിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ് നിർമ്മിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ കഷ്ടപ്പാടുകൂടി ഞാൻ നിർമ്മിച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതായത് ഇത് നോർമൽ ബ്രോക്ക് ലെസ്നറാണ്. അതായത് ഇതിനകത്ത് ഡീഫോൾട്ടായിട്ട് ഞാൻ എടുത്തപ്പം ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും എടുത്തപ്പം ഈ ഒരു ബ്രോക്ക് ലെസ്നർ അല്ലായിരുന്നു. ഒരു നോർമൽ സാധാ നമ്മൾ 2012 കാലങ്ങളിലെ ഒരു ബീസ്റ്റ് ആയിരുന്നു ഉള്ളത്. നമ്മളെന്ത് ചെയ്യും, നമ്മൾ 2025 ഒരു സമ്മർ സ്ലാമിൻ്റെ ബ്രോക്ക് ലെസ്നർ ആക്കി എടുത്തതാണ് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗെയിം എടുക്കുമ്പോൾ ഡീഫോൾട്ടായിട്ട് നിങ്ങൾ ഇങ്ങനെയല്ല വരുന്നത്, നിങ്ങൾക്ക് ആ ഒരു നോർമൽ ബ്രോക്ക് ലെസ്നറാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ നെയിം ബ്രോക്ക് ലെസ്നർ സെയിം തന്നെയാണ്. പിന്നെ തീമും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ തീം സ്പീഡ് കുറച്ചിട്ടുണ്ട് 90%, ഇത് 100 കടന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി മാറ്റാവുന്നതാണ്. പിന്നെ പോപ്പുലാരിറ്റി കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, എല്ലാം ഗൂഗിളാന്നേ. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഗൂഗിളല്ല, ഇതൊക്കെ ഞാൻ സ്വന്തം ഐഡിയാസ് വെച്ച് ഞാൻ ഇതൊന്നും മാറ്റിയില്ല കേസ്. ഏജ് മാത്രം മാറ്റി, ഏജും മാറ്റി. പിന്നെ കുറച്ച് മസിൽ മാസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, ഹൈറ്റൊന്നും മാറ്റിയില്ല. മസിൽ മാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ഡിഫറൻസ് വരും, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ മെയിനായിട്ട് ഡിഫറൻസ് മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയറും കാര്യങ്ങളെന്ന് വരുമ്പം സോളിഡ് 16 അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തത് കേസ്. ഞാനൊരു കാര്യം നോക്കും, ഈ താടിക്കും ഈ മുടിക്കും 2 കളറ്. അപ്പം ഞാനിത് കുറേ ഇങ്ങനെ മാറ്റാൻ ശ്രമിക്കും, പക്ഷേ അത് മാറുന്നില്ല. എനിവേ, അപ്പം ബ്രോക്ക് ലെസ്നർ താടി കളർ അടിച്ചെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ മുടിക്ക് കളർ അടിച്ചെന്നിരിക്കട്ടെ, എങ്ങനെയൊക്കെ ആട്ടെ, എന്തായാലും കുഴപ്പമില്ല. ബ്രോക്ക് ലെസ്നർ തന്നെ. അപ്പം നിങ്ങളത് അസ്യൂം ചെയ്യുന്നതൊക്കെ നിങ്ങൾക്കത് മാറ്റാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കും. ഞാൻ കുറേ നേരം തപ്പി എന്നിട്ട് മാറ്റാൻ പറ്റില്ല. ഓക്കെ, എനിവേ, അപ്പോൾ നമ്മളിങ്ങനെയൊക്കെയാണ്. പിന്നെ മൂവ്സും കാര്യങ്ങളല്ല. പിന്നെ നമ്മുടെ കാഷ്വൽ കോസ്റ്റ്യൂം അത് ഇത് തന്നെയാണ്. ബ്രോക്ക് ലെസ്നർ അറിയാമല്ലോ, ഈ ഒരു കോസ്റ്റ്യൂമിലാണ് വന്നിട്ട് നമ്മുടെ ജോൺ സീനെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ മൂവ്സും കാര്യങ്ങളും റെസ്ലിംഗ്, പിന്നെ ബോഡി ആയിട്ടുള്ള ബ്രോക്ക് ലെസ്നറിൻ്റെ ആ ഒരു ബോഡി, പിന്നെ റെസ്ലിംഗ് ലെഫ്റ്റ് ആം, റൈറ്റ് ആം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മൂവ്സ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ബ്രോക്ക് ലെസ്നറിൻ്റെ മറ്റേ സ്പെഷ്യൽ F5, നിങ്ങൾക്ക് ഇതൊക്കെ നോക്കി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഓക്കെ, പിന്നെ മൂവ്സ്, റിയർ മൂവ്സ്, പിന്നെ ഷോൾഡർ ഗാർബേജ്, ഇതൊക്കെ നമ്മുടെ ബീസ്റ്റിൻ്റെ ഒരു പഴയ സംഭവം തന്നെയാണ്. പിന്നെ ഞാൻ ഓടിച്ചിട്ടെല്ലാം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം നോക്കി നിങ്ങൾ മാറ്റിക്കോളൂ. ഡീഫോൾട്ടായിട്ട് ബ്രോക്ക് ലെസ്നർ എന്താണ് ചെയ്യുന്നത് അത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഞാനൊരു രൂപം മാത്രം മാറ്റി, ഒരു മുടിയും താടിയും പിന്നെ ഒരു മാസ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബ്രോക്ക് ലെസ്നറിൻ്റെ ഒരു സംഭവങ്ങൾ. പിന്നെ റഫറി നോക്കിയിട്ട് അങ്ങനെ. ഓക്കെ, ഇനി ഞാൻ റിലേഷൻ ഒന്നും മാറ്റിയില്ല. റിലേഷൻ നമ്മൾ മാറ്റിയിട്ടുണ്ട്. മാനേജർ ഇപ്പം ബ്രോക്ക് ലെസ്നറിന് പോൾ ഹേമൻ ഒന്നും അല്ലല്ലോ, അപ്പം മാനേജർ വേണ്ട.
നോ നോ മാനേജർ. ഇതിനകത്ത് പോൾ ഹേമനാണ് കിടന്നതെന്ന് തോന്നുന്നു, ഞാൻ മാറ്റിയെന്ന് തോന്നുന്നു, എനിക്കെന്തോ ഓർമ്മയില്ല. ഓക്കെ, ഇപ്പോൾ ഹീൽ ക്യാരക്ടറാണ്. ഓക്കെ, അപ്പോൾ സ്റ്റോറി എനിമി ആരായിരിക്കും? ഒബ്വിയസ്ലി ജോൺസിന് തന്നെ ആയിരിക്കൂടെ? ജോൺസിനല്ലേ എനിമി, കാരണം ഇപ്പോൾ അറ്റാക്ക് ചെയ്തിട്ട് സമ്മർ സ്ലാമിൻ്റെ ബ്രോക്ലസ്സറല്ല, അപ്പം ജോൺസീന ഇതിനകത്തുണ്ട്. ഓക്കെ, ജോൺസീന. അപ്പോൾ സ്റ്റോറി എനിമി ജോൺസീന, റിയൽ എനിമിയും ജോൺസീന തന്നെ ആയിക്കോട്ടെ, ഒരു പ്രശ്നം വേണ്ട, ജോൺസീന. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോട്ട് ഞാൻ ഈ ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് മാറ്റുന്ന രീതിയിൽ അടുത്ത ഏത് സൂപ്പർ സ്റ്റാറിന് വേണ്ടതെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് നമുക്ക് ലൈവായിട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. ഓക്കെ, ലൈവായിട്ട് ഇപ്പോൾ ഞാൻ ഓടിച്ചിട്ട് പറയുകയാണ്, അപ്പം ഇപ്പോൾ ഞാനിത് പെട്ടെന്ന് ചെയ്യുന്ന വീഡിയോ ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളെന്നോട് ക്ഷമിക്കുക. അപ്പോൾ ബ്രോക്ലസ്സർ റോ അല്ലേ ബ്രോക്ലസ്സർ, അപ്പോൾ റോ കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രോക്ലസ്സറിൻ്റെ ഒരു ഓവറോൾ സംഭവം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇതൊക്കെയാണ് ഞാൻ മാറ്റിയുള്ളത്. പിന്നെ ഇവിടെ കാര്യങ്ങളൊന്നും മാറ്റില്ല, ഹെയർ, ഫേസ് ഒന്നും വലിയതായിട്ട് മാറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ബ്രോക്ലസ്സറിൻ്റെ ഒരിത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനിയും ഈ ചാനൽ കിട്ടില്ല വീഡിയോസുമായിട്ട് ഞാൻ വരും. നമ്മുടെ ഗെയിം പ്ലേ വീഡിയോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്, അപ്പം അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു കിട്ടില്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്ന എല്ലാവർക്കും ടാറ്റാ, ഗുഡ് ബൈ.